KTU S7 Civil Engineering CE 405 Environmental Engineering ഒന്നിലെ Module 2 Lecture 4 ആണിത്. Quality of water. Check, analyze and treat raw available water to safe and permissible limits before supplying to the public. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റോ വാട്ടർ പബ്ലിക്കിന് സപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അതിനെ ചെക്ക് ചെയ്യും, അനലൈസ് ചെയ്യും, അതുപോലെ ട്രീറ്റ് ചെയ്യും, ടു സേഫ് ആൻഡ് പെർമിസിബിൾ ലിമിറ്റ്സിലോട്ട് മാറ്റും. എന്തിനാന്ന് വെച്ചാൽ ടു എൻഷുർ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഫോർ എക്കണോമി ആൻഡ് യൂട്ടിലിറ്റി ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് ഈസ് ഫോർ അതർ യൂസേഴ്സ്. വാട്ടർ ക്വാളിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ അസസിങ് ഫോളോയിങ് 3 ക്യാരക്ടറിസ്റ്റിക്സ്. വാട്ടർ ക്വാളിറ്റി എപ്പോഴും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് താഴെ പറയുന്ന 3 ക്യാരക്ടറിസ്റ്റിക്സ് വച്ചിട്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, തേർഡ് വൺ എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത് ടർബിഡിറ്റി, ടേസ്റ്റ് ആൻഡ് ഓഡർ, കളർ ആൻഡ് ടെമ്പറേച്ചർ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടർബിഡിറ്റി. ഇഫ് ലാർജ് എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് മാറ്റർ ആർ പ്രസൻറ്റ് ഇൻ വാട്ടർ ഇറ്റ് വിൽ അപ്പിയർ മഡി ഓർ ക്ലൗഡി ഓർ ടർബിഡ് ഇൻ അപ്പിയറൻസ്. വാട്ടറിനകത്ത് ലാർജ് എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വാട്ടറിനെ ക്ലൗഡി ഓർ മഡി ഓർ ടർബിഡ് അപ്പിയറൻസിലോട്ട് മാറ്റും. ടർബിഡിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ഫൈനസ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ വാട്ടർ. ടർബിഡിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ കോൺസെൻട്രേഷനെയും അതുപോലെ ഫൈനസിനെയാണ്. It is measured by turbidity rod or turbidity meter with optical observations. Turbidity നമ്മൾ മെഷർ ചെയ്യുന്നത് turbidity meter turbidity rod യൂസ് ചെയ്തിട്ടാണ്. It is expressed as the amount of suspended matter in milligram per liter or parts per million. Turbidity നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സസ്പെൻഡഡ് മാറ്റർ ഇൻ മില്ലിഗ്രാം പെർ ലിറ്ററോ പാർട്സ് പെർ മില്യണിലോ ആണ്. Standard unit that is produced by 1 milligram of finely divided silica in 1 liter of distilled water. Standard unit നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 milligram of finely divided silica in 1 liter of distilled water. ഇനി ടർബിഡിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റും അതുപോലെ ജാക്സൺസ് ടർബിഡിറ്റി യൂണിറ്റ്. Turbidity rod. Turbidity is measured in the field with the help of turbidity rod. ടർബിഡിറ്റി ഫീൽഡിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ടർബിഡിറ്റി റോഡ് യൂസ് ചെയ്തിട്ടാണ്. ടർബിഡിറ്റി റോഡ് എന്ന് പറയുന്നത് ഒരു അലുമിനിയം റോഡാണ് വിച്ച് ഹാസ് എ ഗ്രാജുവേറ്റഡ് സ്ക്രൂ കണ്ടെയ്നിങ് പ്ലാറ്റിനം നീഡിൽ ഇൻസേർട്ടഡ് അറ്റ് ദ ലോവർ എൻഡ്. ഒരു അലുമിനിയം റോഡാണ്. അലുമിനിയം റോഡിൽ ലോവർ എൻഡിൽ ഒരു പ്ലാറ്റിനം നീഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവേറ്റഡ് അലുമിനിയം റോഡ് ഈസ് lowered in water keeping the eye its upper end and submerged needle is view. അതിനുശേഷം നമ്മൾ ഈ റോഡിനെ സ്ലോലി വാട്ടറിലോട്ട് താത്തു കൊടുക്കും. എന്നിട്ട് എപ്പോഴാണോ ആ നീഡിൽ നമുക്ക് ജസ്റ്റ് ഡിസപ്പിയർ ആകുന്നത് ദെൻ മെഷർ ദ ലെങ്ത് ഓഫ് റോഡ് അണ്ടർ വാട്ടർ. വാട്ടറിന് അകത്തോട്ട് ഉള്ള ആ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും. അതാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ദ ലെസ്സർ ലെങ്ത് ആണെങ്കിൽ ഗ്രേറ്റർ ടർബിഡിറ്റി ആയിരിക്കും. ഇനി ടർബിഡിറ്റി മീറ്റേഴ്സ്. ടർബിഡിറ്റി ലബോറട്ടറിയിൽ മെഷർ ചെയ്യുന്നത് ടർബിഡി മീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മെഷറിംഗ് ഇൻ്റർഫറൻസ് കോസ്ഡ് ബൈ ദ വാട്ടർ സാമ്പിൾ ടു ദ പാസേജ് ഓഫ് ലൈറ്റ് വേവ്സ്. വാട്ടർ സാമ്പിൾ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് വാട്ടർ സാമ്പിളിലോട്ട് ലൈറ്റ് റേസ് കടത്തി വിട്ടിട്ടാണ്. നമ്മൾ ആ ഒരു പ്രിൻസിപ്പിളിലാണ് ഈ ടർബിഡി മീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ടർബിഡി മീറ്റേഴ്സ് ആണ് ജാക്സൺസ് ടർബിഡിറ്റി മീറ്റർ അതുപോലെ ബെയ്ലീസ് ടർബിഡിറ്റി മീറ്റർ. ഇനി നെഫ്ലോ മീറ്റർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മോഡേൺ കൊമേഴ്ഷ്യൽ ടർബിഡി മീറ്റർ യൂസ്ഡ് ടു മെഷർ വെരി ലോ ടർബിഡിറ്റീസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടേഴ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ ടർബിഡി മീറ്റർ ആണ് നെഫ്ലോ മീറ്റർ. നെഫ്ലോ മീറ്റർ യൂസ് ചെയ്യുന്നത് വെരി ലോ ടർബിഡിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഫ്ലോ മീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ജാക്സൺ ടർബിഡിറ്റി മീറ്റർ. It is measure turbidities in the range of 25 to 1000 milligram per liter. ജാക്സൺ ടർബിഡി മീറ്ററിന് ജാക്സൺ സ്കാൻഡൽ ടർബിഡി മീറ്റർ എന്ന് പറയും. ഇനി ഇത് പെർമിസിബിൾ വാല്യൂ ഓഫ് ടർബിഡിറ്റി എന്ന് പറയുന്നത് 5 to 25 നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് ആണ്. ഡ്രിങ്കിങ് പർപ്പസിൻ്റെ ടർബിഡിറ്റി വാല്യൂ എന്ന് പറയുന്നത് 5 to 10 നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് ആണ്. Dissolved organic matter from decaying vegetation or some inorganic materials may impart color to the water. വാട്ടറിൽ കളർ കൊടുക്കുന്നത് ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റർ അതുപോലെ സം ഇനോർഗാനിക് മെറ്റീരിയൽസ് പിന്നെ എക്സസീവ് ഗ്രോത്ത് ഓഫ് ആൽഗെ ആൻഡ് അക്വാട്ടിക് മൈക്രോ ഓർഗാനിസംസ് ആണ് വാട്ടറിൽ കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. പ്രസൻസ് ഓഫ് കളർ നോട്ട് ഒബ്ജക്ഷനബിൾ ഫ്രം ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ. ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ പ്രസൻസ് ഓഫ് കളർ എന്ന് പറയുന്നത് ഒബ്ജക്ഷനബിൾ അല്ല.
പക്ഷേ ഇറ്റ് സ്പോയിൽ ദ കളർ ഓഫ് ക്ലോത്ത്സ് വാഷ്ഡ് ഇൻ സച്ച് വാട്ടർ. ഈ വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ക്ലോത്ത്സ് വാഷ് ചെയ്യുമ്പം അത് നമ്മുടെ ക്ലോത്ത്സിൻ്റെയൊക്കെ കളർ സ്പോയിൽ ചെയ്യും. ഒബ്ജക്ഷണബിൾ ഫ്രം ആസ്തെറ്റിക് ആൻഡ് സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ. ഇത് ഒബ്ജക്ഷണബിൾ ആകുന്നത് ആസ്തെറ്റിക് ആൻഡ് സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 milligram of platinum cobalt dissolved in 1 liter of distilled water. കളറിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 milligram of platinum cobalt dissolved in 1 liter of distilled water. അടുത്ത് കളറിൻ്റെ IS വാല്യൂ 5 to 25 cobalt units ആണ്. Third physical characteristics ആണ് taste and odor. Taste and odor in water is caused due to dissolved organic matter, inorganic salts or dissolved gases, presence of dissolved gases like H2S, CH4, CO, O2, etc. combined with organic matter, mineral substances like NaCl, iron compounds, carbonates, sulfates of other elements. ഇപ്പോൾ വാട്ടറിൽ ടേസ്റ്റും ഓർഡറും ഇമ്പാർട്ട് ചെയ്യുന്നത് ഡിസോൾവ്ഡ് ഓർഗാനിക് മാറ്റേഴ്സ്, ഇനോർഗാനിക് സാൾട്ട്സ്, ഡിസോൾവ്ഡ് ഗ്യാസസ്, അതുപോലെ മിനറൽ സബ്സ്റ്റാൻസസ് ഒക്കെയാണ് വാട്ടറിൽ ടേസ്റ്റും ഓർഡറും ഇമ്പാർട്ട് ചെയ്യുന്നത്. ഫോർ ഡ്രിങ്കിങ് പർപ്പസ് വാട്ടർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി അൺഡിസൈറബിൾ ഓർ ഒബ്ജക്ഷണബിൾ ടേസ്റ്റ് ആൻഡ് ഓർഡർ. നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്ന വാട്ടറിൽ അൺഡിസൈറബിളോ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആൻഡ് ഓർഡറും വരാൻ പാടില്ല. Odor depends on the contact of a stimulating substance with the appropriate human receptor cell. Odor depend ചെയ്യുന്നത് ആ ഒരു സബ്സ്റ്റൻസ്, കോണ്ടാക്ട് ഓഫ് സ്റ്റിമുലേറ്റിംഗ് സബ്സ്റ്റൻസ് വിത്ത് അവർ ഹ്യൂമൻ അപ്രോപ്രിയേറ്റ് റിസെപ്റ്റർ സെൽ. ന്യൂ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് ടേസ്റ്റ് ഓഫ് വാട്ടർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് നോൺ ആസ് ഫ്ലേവർ പ്രൊഫൈൽ അനാലിസിസ്. വാട്ടറിൽ ടേസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഫ്ലേവർ പ്രൊഫൈൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് വാട്ടറിൽ മൂന്നാമത്തെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയ ടേസ്റ്റ് ആൻഡ് ഓർഡറിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഡിക്രീസസ് ദ palatability because carbon dioxide and some other volatile gases are expelled. ടെമ്പറേച്ചർ വാട്ടറിൽ കൂടിക്കഴിഞ്ഞാൽ അത് വാട്ടറിൻ്റെ പെലാറ്റബിലിറ്റീനെ ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ കാർബൺ ഡൈ ഓക്സൈഡും ആൻഡ് സം അതർ വോളറ്റൈൽ ഗ്യാസസും എക്സ്പയർ ആയി പോകും. ഇനി ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ വാട്ടർ ഫോർ ഡ്രിങ്കിങ് പർപ്പസ് എന്ന് പറയുന്നത് 5 to 12 degree Celsius ആണ്. നമുക്ക് നമ്മുടെ ഡ്രിങ്കിങ് പർപ്പസിന് ആവശ്യമായ ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 to 12 degree Celsius ആണ്. എബവ് 25 degree Celsius വാട്ടർ ഈസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ഡ്രിങ്കിങ്. എബവ് 25 degree Celsius നമ്മൾ വാട്ടർ ഡ്രിങ്കിങ്ങിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വരുന്നത് ടു ഡിറ്റർമിൻ ക്വാളിറ്റി ഓഫ് വാട്ടർ.